വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഓണമാണ്. അപ്പോൾ ഇന്ന് ഒരുങ്ങിയിട്ടൊന്നുമില്ല. ഓണത്തിനുള്ള സദ്യവട്ടങ്ങൾ ഒക്കെ ഉണ്ടാക്കാനായിട്ട് പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ തിരക്കാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കോലത്തിലിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഞാൻ ഇന്നലെ പുളിയിഞ്ചി ഉണ്ടാക്കി, പിന്നെ കാളനും ഉണ്ടാക്കി വെച്ചു. ആ രണ്ട് സാധനമാണല്ലോ സാധാരണ എല്ലാ വീട്ടിലും തലേദിവസം ഉണ്ടാക്കി വയ്ക്കുന്നത്. അത് ഇരുന്നൊന്ന് സെറ്റായി കഴിയുമ്പോഴത്തേന് ടേസ്റ്റ് കൂടും. അപ്പം ഞാൻ പതിവ് പോലെ തന്നെ അത് രണ്ടും ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ ഒത്തിരി സാധനങ്ങളൊന്നും ഉണ്ടാക്കണില്ല. ഇപ്പോൾ ഇനി അവിയലിനുള്ളത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മത്തൻ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു, ക്യാരറ്റ് അരിഞ്ഞു, ചേന അരിഞ്ഞു. ഇനിയിപ്പോൾ മത്തൻ കുറച്ചുകൂടെ അരിയാനുണ്ട്, ക്യാരറ്റ് ഉണ്ട്, പിന്നെ പയർ, അങ്ങനെ കുറച്ച് സാധനം കൂടെ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ അവിയലിനുള്ള ഇത് കഴിയും. പിന്നെ പൈനാപ്പിൾ പച്ചടി, കിച്ചടിയാണോ പച്ചടിയാണോ, പൈനാപ്പിൾ പച്ചടി എന്നാണ്. പൈനാപ്പിൾ വെച്ച ഒരു മധുരക്കറി, പൈനാപ്പിൾ മധുരക്കറി ഉണ്ടല്ലോ സദ്യയുടെ കൂടത്തിൽ വെക്കുന്നത്. അങ്ങനെ ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ ഉള്ളൂ. പിന്നെ പരിപ്പിൻ്റെ പായസവും കൂടി. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തേക്ക്. മറ്റേ സദ്യ പോലെ നമ്മുടെ ഇവിടെ രണ്ടുപേരുള്ള അപ്പോൾ ഒത്തിരി സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് മൊത്തം തിന്ന് തീർക്കാൻ ഞാൻ മാത്രം ഉണ്ടാവുള്ളൂ. ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം എൻ്റെ വീട്ടിലെ ആൾ തിന്നത്തില്ല. അത് കാരണം ഐറ്റംസ് കുറച്ച് ഓണസദ്യ കേമാക്കുന്നു. അതായത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ഐറ്റംസ് കുറച്ചിട്ട് നമ്മൾക്കൊണ്ട് തിന്ന് തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റംസ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് കാളനും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഐറ്റംസ് കുറവും. പിന്നെ ഓണസദ്യ ആഘോഷിക്കുന്നു. ഡ്രസ്സ് മാറി മേക്കപ്പൊക്കെ ഇട്ട് അതൊക്കെ പിന്നെ ഇടും. അപ്പോൾ ഞാനിതൊന്ന് അരിയട്ടെ. പൈനാപ്പിൾ മധുരക്കറി, ഇഞ്ചിക്കറി, കാളൻ, ചോറ്, അവിയൽ, കായ വറുത്തത്, ശർക്കര വരട്ടി. ശർക്കര വരട്ടി. ഒരു മിനിറ്റ്, ഞാൻ വിളമ്പട്ടെ. ഞാനത് വീഡിയോ എടുത്ത് ആദ്യമേ ഉപ്പിടാൻ പോവാ. ഫസ്റ്റ് എനിക്ക് കേട്ടോ. സെക്കൻഡ് ഇത് ഇവിടെ 2 മുട്ട ഉപ്പ് മാറ്റി വെച്ചു. അടുത്ത ശർക്കര വരട്ടി 2 എണ്ണം ഇവിടെ വെച്ച്, എനിക്കും 2 എണ്ണം വെക്കട്ടെ ശർക്കര വരട്ടി. എനിക്കും 2 ശർക്കര വരട്ടി വെച്ചു. കാവറുത്തത് 2 3 എനിക്കും വെക്കാട്ടെ. ശർക്കര വരട്ടി കായം വെച്ച്. ഇനി അടുത്തത് കറികൾ. അവിയലാണ് ആദ്യം എടുക്കാൻ പോണേ. എനിക്കും കൂടെ ഉള്ള അവിയലിട്ടെ. അവിയൽ കഴിഞ്ഞു. ഒത്തിരി കറിയൊന്നുമില്ല, കുറച്ച് കറിയേ ഉള്ളൂ. ഇനി കാളൻ ഇളക്കിയിട്ട് എടുക്കുന്നതായിരിക്കും ഭേദം. അതുകൊണ്ട് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. കാളൻ ഇവിടെ വെച്ചു. എനിക്കും വെക്കും കേട്ടോ. ലാസ്റ്റ് ഞാൻ മൊത്തത്തിൽ കാണിക്കാം. കാളൻ കഴിഞ്ഞ് അടുത്തത് ഇഞ്ചിക്കറി. ഇഞ്ചിക്കറി ഭയങ്കരമായിട്ട് കുറുകയാണ് ഇരിക്കുന്നത്. എനിക്കുള്ള ഇഞ്ചിക്കറി വെക്കുക. അടുത്ത പൈനാപ്പിൾ പച്ചടി. ഇതും ഒരു ചെറിയ മധുരക്കറിയാണ്. അടുത്ത പപ്പടം. എനിക്കും പപ്പടം. പൊടിഞ്ഞു പോയ എൻ്റെ പപ്പടം. ലാസ്റ്റ് നോട്ട് ദ ലീസ്റ്റ് ചോറ്. എനിക്കും ചോറിടുന്നു. കഴിഞ്ഞു.
കറിയെല്ലാം കഴിഞ്ഞു. ഇനി ഇരുന്ന് ചോറിനാൻ പോവാ. മൊത്തത്തിൽ കാണിക്കാവേ എല്ലാവരുടെയും ചോറും പാത്രത്തിലുള്ളത് സാധനങ്ങളാണ് പാത്രത്തിലുള്ളത്. പാത്രത്തിലല്ലേ ഇലയിലുള്ളത്. അടുത്ത ഇലകളിലുള്ള ചോറ്. സദ്യ കഴിച്ചു തുടങ്ങി. ഓരോ അവിയൽ കൂട്ടി ശകലം ചോറ് കഴിക്കുക. ഞാൻ അവിയലുണ്ട്, അടിപൊളിയാണ്. മുരിങ്ങാക്കോല് ഇങ്ങനെ ആയിപ്പോയി, നിവർന്നിരുന്ന സാധനമാണ്. ശകലം വെന്ത് കൂടിപ്പോയി, എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കണല്ലേ. ലേശം കാളം കൂട്ടി ഒന്ന് ശകലം ചോറിനിട്ടെ. അപ്പം ഞാൻ കാളൻ ശകലം എടുത്ത് ഇളക്കി വെച്ചിരിക്കുക. അടിപൊളി. പപ്പടം കഴിക്കുക. പൈനാപ്പിൾ പച്ചടി ശകലം കൂട്ടി കഴിക്കും. ഓണക്കിട്ടില്ല. പൈനാപ്പിൾ പച്ചടി വെച്ചപ്പോൾ മാമ്പഴം കറി വെച്ച പോലെ ടേസ്റ്റ്. പൈനാപ്പിൾ ടേസ്റ്റ് അങ്ങ് പോയ പോലെ. ഇഞ്ചിക്കറി അടിപൊളിയാണ്. നല്ല കുറുകി ഇങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നില്ല, ഉണ്ട് ഇങ്ങനെ കുറുകി ഇരിക്കുന്നത്, വീഴാത്ത രീതി. കിടില. എരിവുണ്ട്, ഇഞ്ചിക്കറിക്ക് എരിവുണ്ട്, മധുരമുണ്ട്, പുളിയുണ്ട്. എല്ലാം റേഷ്യോ അനുസരിച്ച് 1:1:1 എന്നുള്ള പോലെ എരിവ്, പുളി, മധുരം. പിന്നെ അതുപോലെ ഒഴുകി പോകാതെ ഇങ്ങനെ ചേനപ്രാശം പോലത്തെ കൺസിസ്റ്റൻസി. ഇഞ്ചിക്കറി കുറച്ച് നല്ലതാണ്, അടിപൊളിയാണ് ഇഞ്ചിക്കറി. അവിയൽ ലേശം കൂട്ടട്ടെ. ചാറ് കൂട്ടിക്കൊണ്ടിരുന്ന അവിയലിരുന്ന കാര്യം മറന്നുപോയി. കിട്ടില്ല. ഞങ്ങളിവിടെ കഴിക്കണ നേരം നാട്ടിൽ എല്ലാവരും കഴിച്ചും കഴിഞ്ഞ് ചായ കുടിക്കുന്ന സമയമായി കാണും. വീട്ടിലോട്ട് വിളിച്ചപ്പം അങ്ങനെയാണ് പറഞ്ഞത്, ചായ കുടിക്കാൻ ആവുന്നു. ഇത് കഴിഞ്ഞ് പായസം ഉണ്ട് കേട്ടോ. അപ്പം ഞാനിതൊന്ന് ഉണ്ട് തീർക്കട്ടെ. ഈ പായസം കുടിക്കുമ്പോൾ വീണ്ടും കാണാം. ഹായ് ഗായ്സ്, ഇന്ന് ഓണം കഴിഞ്ഞിട്ട് ഉള്ള ആദ്യത്തെ രണ്ടാമത്തെ അല്ലല്ലോ, പിറ്റേ ദിവസമാണ്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് കഞ്ഞിയും കറിയൊന്നും വെക്കാനുള്ളതൊന്നും ഇല്ല. ഇന്നലെ വെച്ചതിൻ്റെയൊക്കെ ബാലൻസ് ശകലം ഉണ്ട്, ചിലത് ഇച്ചിരി കൂടുതലുണ്ട്. അപ്പം എല്ലാ സദ്യവട്ടങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും മേക്കപ്പ് ഇടാനും സെറ്റ് സാരി ഉടുത്ത് ഫോട്ടോ എടുക്കാനൊന്നും എനിക്ക് ആരോഗ്യം പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഇന്നലെ എൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഇന്നിപ്പം സാധനങ്ങളൊന്നും കാണിക്കുന്നില്ല, എൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പം സമയത്ത് ഇവിടെ 2:15 കഴിഞ്ഞു. ഇതുവരെ ഒന്നും ചെയ്ത്, അതായത് രാവിലത്തെ ഭക്ഷണം കഴിച്ചു, ഉച്ചയ്ക്ക് ചോറ് തിന്നാനൊന്നും തോന്നിയില്ല. പിന്നെ ഇന്നലത്തെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വിശപ്പങ്ങ് കെട്ടുപോയി. പിന്നെ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ടേക്ക് കെയർ, ബൈ.